ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പച്ചടിയാണ് കേട്ടോ. തമ്മനയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പച്ചടിയാണെന്നുള്ളത്. പക്ഷേ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പച്ചടി ചെയ്യുന്നത്. പച്ചടി എന്ന് പറയുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടിയാണ്. പൈനാപ്പിൾ പച്ചടി എന്ന് പറയുമ്പോൾ പൈനാപ്പിൾ പച്ചടി തന്നെ പല രീതിയിൽ ചെയ്യാം. നമ്മുടെ എല്ലാ പച്ചടികളും പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇന്നത്തെ പൈനാപ്പിൾ പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്, ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ചെറിയ പുളിയുള്ള തൈര് എടുക്കുക കേട്ടോ, ഒരുപാട് പുളിയുള്ള തൈരുമല്ല, അധികം പുളി കുറഞ്ഞ തൈരുമല്ല, ഒരു മീഡിയം പുളിയുള്ള തൈര് എടുക്കുക. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 മതി, അത്യാവശ്യം കുറഞ്ഞ എരിവുള്ള പച്ചമുളകാണെങ്കിൽ 3 എടുക്കുക. 4-5 ഉള്ളി എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക, വേഗം കുക്കായി കിട്ടാനാണ് നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. പച്ചടി ഉണ്ടാക്കാൻ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മളിപ്പോൾ പൈനാപ്പിൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യരുത്, ഒരു മീഡിയം വലിപ്പമുള്ള പീസുകളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ എന്തൊക്കെയാണ് പൈനാപ്പിളിലേക്ക് ചേർക്കാമെന്ന് പറയാം. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം, ഇല്ലെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്ത് ചേർക്കാം. പച്ചമുളകിൻ്റെ എരിവ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പൈനാപ്പിളിലേക്ക് പിടിക്കണം, ആ രീതിയിൽ ചേർക്കാം. പിന്നെ ഈ പൈനാപ്പിളിന് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഇനി പൈനാപ്പിൾ കുക്കാവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ പൈനാപ്പിളിൻ്റെ ജ്യൂസ് കുറച്ച് ഇറങ്ങി വരും, അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പൈനാപ്പിൾ ഒന്ന് കുക്കായി കഴിയുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ വേവിക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പൈനാപ്പിൾ കുക്കാവട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് അരഞ്ഞു കിട്ടാനാണ് ഉപ്പ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വേറെ ഒന്നും നമ്മളിപ്പോൾ ചേർക്കണ്ട. അപ്പോൾ നമ്മുടെ തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളം ചേർത്ത് അരയ്ക്കരുത് കേട്ടോ, ചെറുതായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. എന്താണെന്ന് വെച്ചാൽ അധികം വെള്ളം ആവരുത് നമ്മുടെ പച്ചടിക്ക്. ഇനി നമുക്ക് ഈ അരപ്പ് പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇത് കണ്ടോ, ചെറിയൊരു വെള്ളത്തിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി കേട്ടോ. പൈനാപ്പിളും കുക്കായി വന്നു കഴിഞ്ഞിട്ട് വെള്ളം കൂടുതലുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് സമയം വെച്ച് കുക്ക് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ അരപ്പ് തേങ്ങ കുക്കായി പോകരുത്, ഓവറായിട്ട് അങ്ങോട്ട് തിളച്ച് വറ്റി പോകരുത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൈനാപ്പിളും തേങ്ങയും മിക്സ് ആയിട്ട് നന്നായിട്ടൊന്ന് ആവി വരണം, അത്രയും സമയം മാത്രം കുക്ക് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ജീരകപ്പൊടി ചേർക്കാം. ഇല്ലെങ്കിൽ ജീരകപ്പൊടി ചേർക്കാനല്ല, ജീരകം അരയ്ക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു 2 പിഞ്ച് ജീരകം നിങ്ങൾ തേങ്ങ അരയ്ക്കുമ്പോൾ അരച്ച് ചേർക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് 1 പിഞ്ച് ജീരകം പൊടിച്ചത് ചേർക്കാൻ പോവാണ്. 1 പിഞ്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ, അധികം ചേർക്കുന്നില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ തേങ്ങയും പൈനാപ്പിളൊക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ആ ജീരകം പൊടിച്ചത് ആയതുകൊണ്ട് ജീരകത്തിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ചൂടാക്കിയിട്ടാണ് ജീരകം പൊടിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂട് കുറഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ചൂട് മാറണ്ട, ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരൊന്ന് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെയും തേങ്ങയുടെയും മിക്സിൻ്റെ ചൂട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ എപ്പോഴും വെള്ളം കുറവുള്ള തൈര് എടുക്കുക കേട്ടോ, അതായത് നല്ല കട്ട തൈര് എടുക്കുക. പച്ചടി ഉണ്ടാക്കുമ്പോൾ കട്ട തൈര് എടുക്കുന്നതാണ് നല്ലത്. ഇനി നന്നായിട്ട് തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. തൈര് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എരിവും അതുപോലെ തന്നെ പുളിയും ഉപ്പും എല്ലാം ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ നമുക്ക് വറവിടുമ്പോൾ പച്ചമുളകും കൂടി വറവിട്ട് ചേർക്കാം. അതുപോലെ തന്നെ പുളിയും ഉപ്പൊക്കെ കുറവാണെങ്കിൽ കൂടുതൽ തൈര് ആഡ് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ വറവിടാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി തുടങ്ങട്ടെ.
വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 4-5 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ, സവോള ചേർക്കരുത്. ഇനി ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ. നമ്മൾ സദ്യ റെസിപ്പീസ് ചെയ്യുമ്പോൾ എല്ലാത്തിലും കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കും. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കുക. ഓവറായിട്ട് വെളിച്ചെണ്ണ ചേർക്കാന്നല്ല ഉദ്ദേശിച്ചത്, ചെറിയൊരളവിൽ മാത്രം. സദ്യ റെസിപ്പീസിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാ റെസിപ്പീസിലും വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കാന്നുള്ളതല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു 4 വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പില ഇത്രയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വറവ് ഇപ്പോൾ നമ്മുടെ പച്ചടിയിലേക്ക് ചേർക്കില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ചേർക്കുള്ളൂ. അപ്പോൾ ഈ ഒരു എണ്ണയിൽ കറിവേപ്പിലയും വറ്റൽമുളകും ഉള്ളിയൊക്കെ ഒന്നുകൂടി സമയം ഇരുന്നിട്ട് കുറച്ചുകൂടി കളറ് മാറും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തോളൂ. ഇതിന് ശേഷം കുറച്ച് സമയം ഈ എണ്ണയുടെ ചൂടൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പച്ചടിയുടെ എരിവ് ചെക്ക് ചെയ്തിട്ട് എരിവ് കുറവാണെങ്കിൽ നമ്മുടെ ഉള്ളി കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ടൊന്ന് വറവ് ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചേർത്തോളൂ കേട്ടോ. അപ്പോഴേ പച്ചമുളകിൻ്റെ എരിവ് നന്നായിട്ട് എണ്ണയിലേക്ക് മിക്സ് ആയിട്ട് നമ്മുടെ പച്ചടിക്ക് എരിവ് ഉണ്ടാവുള്ളൂ. എരിവ് കുറവാണെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കൊരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം പച്ചടിയിലേക്ക്. ഇനിയിപ്പോൾ നമ്മുടെ വറവ് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചൂടോടുകൂടി ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ തൈര് പിരിഞ്ഞു പോവാതിരിക്കാനാണ്. അപ്പോൾ ചൂടൊന്ന് കുറഞ്ഞിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരെ അടച്ചു വയ്ക്കാം. ആ വറവിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ പച്ചടിയിലേക്ക് പിടിച്ചു വരട്ടെ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ വറവ് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വറവൊക്കെ ചേർത്ത് ആ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം നന്നായിട്ട് മിക്സായി വരണം. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പുളി കൂടി പോയിട്ടുണ്ടെങ്കിലും 2 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും പൈനാപ്പിൾ പച്ചടിയുടെ വീഡിയോ കണ്ടല്ലോ, എങ്ങനെയുണ്ട്? വളരെ ഈസി അല്ലേ? അപ്പോൾ ഈ ഓണസദ്യയിൽ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത സദ്യ റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.